വരുന്നത്. ആദ്യം രാഹുൽ ഈശ്വർ തന്നെ. രാഹുൽ നോക്കൂ, അതിജീവിതയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റ് ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അൺഫെയർ ആൻഡ് ഷോക്കിംഗ് എന്നാണ്, ഞെട്ടിക്കുന്നതും നീതി നിഷേധവുമാണ് എന്നുള്ളതാണ് അവരുടെ ആദ്യ പ്രതികരണം. എൻക്വയറി അതോറിറ്റിയിൽ നിന്ന് നീതി കിട്ടിയില്ല എന്നുള്ള അതിജീവിതയുടെ വാദം രാഹുലും അംഗീകരിക്കുമെന്ന് തോന്നുന്നു. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, നികേഷ് സാർ പറഞ്ഞതിന്റെ ക്ലാരിറ്റി ഉണ്ടായത്, പക്ഷെ ബ്രോഡ്ലി എനിക്ക് ക്വസ്റ്റ്യൻ മനസ്സിലായി. രണ്ട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അതായത് യഥാർത്ഥത്തിൽ 3 പേരാണ് അത് അൺഓതറൈസ്ഡ് ആക്സസിലേക്ക് പോയത്. 3 പേരും പൊതുജനങ്ങളും. ഇന്നലെ കഴിഞ്ഞ ദിവസം നമ്മൾ തമ്മിലൊരു തർക്കം ഉണ്ടായിരുന്നു രാഹുൽ, ഇല്ലീഗൽ ആക്സസ് ആണോ അൺഓതറൈസ്ഡ് ആക്സസ് ആണോ എന്ന്. അക്കാര്യത്തിലൊരു വ്യക്തത വേണോ? സാറ് പറഞ്ഞോളൂ. ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്ന FSL റിപ്പോർട്ടിൽ അൺഓതറൈസ്ഡ് ആക്സസ് എന്നല്ലേ? തെറ്റാണെങ്കിൽ ഞാൻ തിരുത്തി. എൻക്വയറി FSL റിപ്പോർട്ടൊക്കെ കഴിഞ്ഞില്ലേ? ഇപ്പൊ എൻക്വയറി റിപ്പോർട്ട് വന്നില്ലേ? എൻക്വയറി റിപ്പോർട്ടിലെ ഇല്ലീഗൽ ആക്സസ് ആണ്. ആയിക്കോട്ടെ, ഞാൻ തർക്കമില്ല. ആയിക്കോട്ടെ, അതൊരു ഔദാര്യമല്ല രാഹുലെ. ഇല്ലീഗൽ ആക്സസ്, രാഹുൽ തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ അൺഓതറൈസ്ഡ് ആക്സസും ഇല്ലീഗൽ ആക്സസും രണ്ടാണ്. രണ്ടിന്റെയും മാനങ്ങൾ വലുതാണ്. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം ചോദിച്ചത്. ഞാൻ പോയി ഒരു കോടതിയിൽ ചെന്ന് ആ കോടതിയുടെ ചെസ്റ്റിൽ കിടക്കുന്ന ഒരു മെമ്മറി കാർഡ് ഇല്ലീഗലായി ആക്സസ് ചെയ്താൽ എനിക്കുള്ള ശിക്ഷ എന്നാണ് ഞാൻ രാഹുൽ ഈശ്വരനോട് ചോദിച്ചത്. എന്നെ വെറുതെ വിടാമെങ്കിൽ വെറുതെ വിട്ടോളൂ, എന്നെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണമെങ്കിൽ നിയമത്തിന് മുന്നിലേക്ക് കൊണ്ടുവന്നോളൂ. ശരി നികേഷ് സാർ, ഒരു കാര്യം മാത്രം അങ്ങയോട്. ഈ റിപ്പോർട്ട് വന്നിട്ട് ഇപ്പൊ 3-4 ദിവസമല്ലേ ആയുള്ളൂ. അപ്പൊ അതിനു മുമ്പ് വരെ FSL റിപ്പോർട്ട് ആയിരുന്നില്ലേ നമ്മുടെ അടിസ്ഥാനം? FSL റിപ്പോർട്ട് അൺഓതറൈസ്ഡ് ആക്സസ് ആയിരുന്നില്ലേ? അങ്ങ് പറഞ്ഞതുപോലെ ന്യൂസ് മിനിറ്റ് അടക്കം ഇതിൽ ഇല്ലീഗലി ആക്സസ് പ്രൈസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ നാളാരും റിപ്പോർട്ട് കണ്ടിട്ടില്ല, ഒരുപക്ഷെ നികേഷ് സാർ കണ്ടു കാണാം. ലീന റഷീദ്. ഞാൻ റിപ്പോർട്ടൊന്നും കണ്ടിട്ടില്ല. റിപ്പോർട്ട് രാഹുലിന്റെ കയ്യിലുണ്ടെങ്കിൽ എനിക്ക് തരണം. ആലങ്കാരികമായി പറഞ്ഞു എന്നേ ഉള്ളൂ. ഞാൻ നികേഷ് സാറിനെ ആലങ്കാരികമായി പറഞ്ഞു എന്നേ ഉള്ളൂ. രാഹുലിന്റെ കയ്യിലുണ്ടോ റിപ്പോർട്ട്? ഇല്ലില്ല, അതൊരു ലൈറ്റായി പറഞ്ഞു എന്നേ ഉള്ളൂ. ലീന റഷീദ്, മഹേഷ് മോഹൻ, താജുദ്ദീൻ എന്നീ 3 പേരാണ് ഇത് കണ്ടതെന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാകുന്നത്. ആ 3 പേര് കണ്ട ഡേറ്റും വളരെ വ്യക്തമാണ്. ജനുവരി 9, ഡിസംബർ 13, 2018, പിന്നെ ജൂലൈ 19, 2021. ഇതിലൊന്നും ദിലീപിന് ബന്ധമുണ്ടെന്ന് ആരും ആരോപിക്കുന്നില്ല. ശ്രീ ദിലീപ് അടക്കമുള്ളവർക്ക് ഇതിൽ ഏതെങ്കിലും രീതിയിൽ കൾപ്പബിലിറ്റി ഉണ്ടെന്ന് ആരും ആരോപിക്കുമെന്ന് തോന്നുന്നില്ല. കോടതിയുടെ പ്രൊസീജിയേഴ്സിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ മെയ് 20 ഹൈക്കോടതി ഈ കേസ് പരിഗണിക്കുമല്ലോ. അതൊക്കെ ഹൈക്കോടതി ചെയ്തോളും. ഹൈക്കോടതി ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തില്ലേ ശ്രീ രാഹുൽ ഈശ്വർ? ആ വാചകം ഞാൻ വായിച്ചു തരാം. ആ റിപ്പോർട്ടിലെ വാചകം ഇവിടെ റിട്ടിൽ അതിജീവിത കോട്ട് ചെയ്തിട്ടുണ്ട്. ദ ആക്സസ് ഓൺ 19/7/2021 വാസ് ബൈ മിസ്റ്റർ താജുദ്ദീൻ, then Shrestha, using his Vivo phone without any authority, and it is an illegal access എന്നാണ്. ഇല്ലീഗൽ ആക്സസ്. അത് കറക്റ്റ് മീ ഇഫ് ഐ ആം റോങ്. അത് അതിജീവിതയുടെ ഹൈക്കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റിലെ കണ്ടൻഷൻ ആണ് സാർ വായിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ സാറിന്റെ റിപ്പോർട്ട് കാണാം. പക്ഷേ ഇവിടെ ഇപ്പൊ തർക്കം എന്താണ്? ശ്രീ ദിലീപിന് ഇത് ബന്ധമുണ്ടെന്ന് ആരും പറയുമെന്ന് തോന്നുന്നില്ല. മദർ കേസുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് ആരും പറയുമെന്ന് തോന്നുന്നില്ല. കോടതിയുടെ ഭാഗമായി ഇംപ്രോപ്പർ ആക്ഷൻസ് നടന്നെങ്കിൽ മെയ് 20 ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു കോഴ്സ് ഓഫ് ആക്ഷൻ നിശ്ചയിക്കട്ടെ. രാഹുൽ ഈശ്വറിന്റെ ഗൈഡൻസ് ഒന്നും കേരള ഹൈക്കോടതിക്ക് ആവശ്യമില്ലല്ലോ രാഹുൽ ഈശ്വർ. നോക്കൂ, അതാണ് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അൺഫെയർ ആൻഡ് ഷോക്കിംഗ് എന്ന് യഥാർത്ഥത്തിൽ അതിജീവിത പറയുന്നത് ഈ റിപ്പോർട്ടിലെ കണ്ടെത്തലിനെ കുറിച്ചല്ല, ഈ റിപ്പോർട്ടിലെ അനീതിയെക്കുറിച്ച് കൂടിയാണ് എന്നുള്ളത് കാണേണ്ടതുണ്ട്. ഇൻക്വയറിയിൽ മൊഴിയെടുത്തില്ല അതിജീവിതയുടെ, ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയുടെ സഹായം തേടിയില്ല, ഇല്ലീഗലായി ആക്സസ് ചെയ്ത ഡിവൈസ് പിടിച്ചെടുത്തില്ല, CRPC പ്രകാരം ഇല്ലീഗൽ ആക്സസ് നടത്തിയവർക്കെതിരെ കേസെടുത്തില്ല, എൻക്വയറി റിപ്പോർട്ട് അതിജീവിതയ്ക്ക് നൽകിയില്ല, മൊഴിപ്പകർപ്പ് കൊടുത്തില്ല. വളരെ പ്രസക്തമായ 2 കാര്യങ്ങൾ അതിജീവിത ഹൈക്കോടതിയിലും പറഞ്ഞു. ഒരു പക്ഷേ അതിജീവിതയെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് മറുപടി പറയാം. കോടതിയുടെ ചെസ്റ്റിൽ ഇരിക്കുന്ന ഒരു മെമ്മറി കാർഡ് ആരെങ്കിലും അൺഓതറൈസ്ഡ് ആക്സസ് ചെയ്തെങ്കിൽ അതിന് അതിജീവിതയുടെ മൊഴി എടുക്കുന്നത് എന്തിനാണ്? അതിജീവിതയ്ക്ക് എന്താണ്? അതിജീവിതയുടെ പ്രൈവസി വളരെ പ്രധാനമാണ്. അവർക്ക് ഇത് റേസ് ചെയ്യാനുള്ള ഒരു ലോക്കൽ സ്റ്റാൻഡി ഉണ്ട്. പക്ഷെ അതിജീവിതയ്ക്ക് ഒരു കാരണവശാലും ബന്ധമില്ലാത്ത ഒരു കാര്യത്തിന് അതിജീവിതയുടെ പ്രൈവസി സംരക്ഷിക്കണം. അതിജീവിതയുടെ മൊഴി എടുക്കുന്നത് എന്തിനാണ്? ഒന്ന്, അതിജീവിതയുടെ മൊഴി എന്തിനാണ് എടുക്കുന്നത് എന്നുള്ള താങ്കളുടെ ചോദ്യം വളരെ പ്രസക്തമാണ്. വളരെ പ്രസക്തമാണ്. അതിജീവിതയുടെ മൊഴി എടുക്കണം എന്നുള്ളത്. അല്ല, അതിജീവിതയുടെ മൊഴി എന്തിനാണ് എടുക്കുന്നതെന്ന് നമുക്ക് ചിലപ്പോൾ അത് എന്തിനാണ് എടുക്കുന്നത് എന്ന ചോദ്യം നമുക്കെന്ന് പറയുമ്പോൾ രാഹുൽ ഈശ്വറിന് ചോദിക്കാം. പക്ഷേ ജസ്റ്റിസ് കെ ബാബു അങ്ങനെ ചോദിക്കുന്നില്ല. ജസ്റ്റിസ് കെ ബാബു എന്ന് പറയുന്നത് ഹൈക്കോടതിയാണ്. ആ ഹൈക്കോടതി വിധിക്കെതിരെ ഏതായാലും മറ്റൊരാൾ അപ്പീൽ പോകാത്തതുകൊണ്ട് ലോ ഓഫ് ദ ലാൻഡാണ്. അതിൽ 3ാമത്തെ കണ്ടീഷൻ ഇതാണ്, അന്വേഷണത്തിലെ 3ാമത്തെ കണ്ടീഷൻ ഇതാണ്: ദ പെറ്റീഷൻ ഈസ് അറ്റ് ലിബർട്ടി ടു പ്രസന്റ് റിട്ടൺ സബ്മിഷൻ ബിഫോർ ദ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ജഡ്ജ്. അങ്ങനെ ഒരു ലിബർട്ടി അനുവദിച്ചിട്ടില്ല. അതെ, അങ്ങനെ ഒരു ലിബർട്ടി അനുവദിച്ചിട്ടില്ല. ഇങ്ങനെ ഒരു അന്വേഷണം നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അതിജീവിതയെ അറിയിച്ചാൽ മാത്രമാണ് അതിജീവിതയെ സംബന്ധിച്ചിടത്തോളം റിട്ടേൺ സബ്മിഷൻ നൽകാനാവുക.
പെറ്റീഷണർ ഈസ് അറ്റ് ദി ലിബർട്ടി എന്നല്ലേ, അല്ലാതെ കോർട്ട് ഷുഡ് ടേക്ക് പെറ്റീഷണറോട് ഇങ്ങനെ ഒരു റിട്ടേൺ സബ്മിഷൻ നൽകാൻ വേണ്ടി ആവശ്യപ്പെടണ്ടേ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ? സാർ തന്നെ ആലോചിച്ച് നോക്കൂ, അങ്ങനെ തന്നെ വായിച്ചത് പെറ്റീഷണർ ഈസ് അറ്റ് ദി ലിബർട്ടി ടു ഗിവ് റിട്ടേൺ സബ്മിഷൻ. എന്തുകൊണ്ട് അതിജീവിത റിട്ടേൺ സബ്മിഷൻ കൊടുത്തില്ല? അല്ല അതെ, അതിജീവിതയോട് രാഹുലെ എല്ലാവരും പൊട്ടന്മാരാക്കരുത്. ഇപ്പൊ രാഹുലാണ് ഇതിന്റെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ എങ്കിൽ രാഹുൽ ഈശ്വർ പെറ്റീഷണറായ എന്നോട് ഞാൻ അന്വേഷണം തുടങ്ങിയിരിക്കുന്നു, കേരള ഹൈക്കോടതി വിധിയിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു റിട്ടേൺ സബ്മിഷൻ നൽകാനുണ്ടെങ്കിൽ ആ റിട്ടേൺ സബ്മിഷൻ നൽകണമെന്ന് പറഞ്ഞാലേ എനിക്ക് ആ റിപ്പോർട്ട് നൽകാനാകൂ, അല്ലെങ്കിൽ റിട്ടേൺ സബ്മിഷൻ നൽകാനാകൂ. ഇനി അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നാണ്. നോക്കൂ രാഹുൽ, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അങ്ങനെ പറഞ്ഞപ്പോൾ അതിജീവിതയെ സംബന്ധിച്ചിടത്തോളം അതിന് കണ്ടീഷനുണ്ട്. എന്ത് തരത്തിലുള്ള അന്വേഷണമാണ് നടക്കുന്നത്, ആരുടെയൊക്കെ മൊഴിയാണ് എടുത്തിട്ടുള്ളത്, ആ മൊഴി എന്തൊക്കെയാണ് എന്നത് സംബന്ധിച്ച് അറിഞ്ഞാൽ മാത്രമേ എനിക്ക് റിട്ടേൺ സബ്മിഷൻ നൽകാനാകൂ എന്ന് പറയുമ്പോൾ അതിനൊരു മറുപടി കൊടുക്കണ്ടേ? കൊടുത്തിട്ടില്ല. അതാണ് ഇവിടെ ഞെട്ടിക്കുന്നതാകുന്നത്. അതാണ് രണ്ട് വരി മറുപടി. രണ്ടാമത്തെ വരിയാണ് ഗൗരവമുള്ള മറുപടി. ആദ്യത്തെ മറുപടി ഒരു റെട്ടറിക്ക് പറയാൻ കൂടി അനുവദിക്കണം. കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും ഈ കേസിൽ ഒരു ഇലയനങ്ങിയാൽ റിപ്പോർട്ടറിലൂടെ എന്താണ് നടക്കുന്നതെന്ന് അറിയാം. അതിജീവിത അടക്കം എല്ലാവർക്കും അത് അറിയാനുള്ള സ്കോപ്പ് ഉണ്ടല്ലോ. ഒന്ന്. ഇനി സീരിയസ് ആയ മറുപടി, പെറ്റീഷൻ ഈസ് അറ്റ് ദി ലിബർട്ടി ടു ഗിവ് റിട്ടേൺ സബ്മിഷൻ എന്ന് പറയുമ്പോൾ ബാക്കിയുള്ളവരുടെ മൊഴി കേട്ടിട്ടല്ലല്ലോ അതിജീവിത കൊടുക്കുന്നത്. യഥാർത്ഥത്തിൽ അതിജീവിതക്ക് ഇതിൽ, അതായത് ഇത് എന്താ പറയണേ, ഈ അൺഓതറൈസ്ഡ് ആക്സസിൽ തന്റെ പ്രൈവസിക്ക് അപ്പുറം ഒരു സ്റ്റാൻഡിയെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് സംശയം. Debate with MV Nikesh Kumar.